ഹലോ റീസ്റ്റാർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഏതാണ്? ചൈൽഡ് സൈക്കോളജി ആണല്ലേ. അതിൽ പഠനത്തെക്കുറിച്ചുള്ള വിവിധ സമീപനങ്ങളെക്കുറിച്ചും നിയമങ്ങളെക്കുറിച്ചും സിദ്ധാന്തങ്ങളെക്കുറിച്ചും പഠിച്ചു. അതുപോലെ തന്നെ മനഃശാസ്ത്രജ്ഞരുടെ ആശയങ്ങളെക്കുറിച്ച് പഠിച്ചു അല്ലേ. ഘടനാവാദം, അതുപോലെ തന്നെ സാമൂഹ്യ ജ്ഞാനനിർമ്മിതിവാദം, അങ്ങനെ കുറേ വാദങ്ങളെക്കുറിച്ച് പഠിച്ചു. പിന്നെന്താ പഠിച്ചത്? വിദ്യാഭ്യാസ ചിന്തകരെക്കുറിച്ച് പഠിച്ചു, ദർശനങ്ങളെക്കുറിച്ച് പഠിച്ചു. പിന്നെന്ത് പഠിച്ചു? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് ബുദ്ധി അല്ലേ, ഇൻ്റലിജൻസ്. അതിലെന്തൊക്കെയാണ് പഠിച്ച? IQ എന്താണെന്നും EQ എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വ്യക്തിത്വമാണ് കേട്ടോ, പേഴ്സണാലിറ്റി. അപ്പോൾ എന്താണ് വ്യക്തിത്വം എന്നും വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത് എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനാബിൾ ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. പേഴ്സോണ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് പേഴ്സണാലിറ്റി എന്ന ഇംഗ്ലീഷ് പദം ഉണ്ടായത് കേട്ടോ. അപ്പോൾ പേഴ്സണാലിറ്റി എന്ന ഇംഗ്ലീഷ് പദം എവിടെ നിന്നാണ് ഉണ്ടായത്? പേഴ്സോണ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ്. ഈ പേഴ്സോണയുടെ അർത്ഥം എന്താണ്? മീനിങ് എന്താണ്? മുഖംമൂടി അല്ലെങ്കിൽ മാസ്ക് എന്നാണ് പേഴ്സോണയുടെ അർത്ഥം കേട്ടോ. ഇനി വ്യക്തിത്വത്തിന് ഒരു ഡെഫിനിഷൻ വേണ്ടേ? നമ്മുടെ ആൽപോർട്ട് പറയുന്നത് ഇങ്ങനെയാണ്: വ്യക്തിത്വം എന്നത് ഒരു വ്യക്തിയുടെ വിശിഷ്ടമായ വ്യവഹാരത്തെയും ചിന്തയെയും നിർണ്ണയിക്കുന്ന ശാരീരിക മാനസിക സംവിധാനങ്ങളുടെ ചലനാത്മകമായ ആന്തരിക ഘടനയാണ് വ്യക്തിത്വം എന്നാണ് ആൽപോർട്ട് പറയുന്നത്. അപ്പം എന്താണ് വ്യക്തിത്വം? ഒരു വ്യക്തിയുടെ വിശിഷ്ടമായ വ്യവഹാരത്തെയും ചിന്തയും നിർണ്ണയിക്കുന്ന ശാരീരിക മാനസിക സംവിധാനങ്ങളുടെ ചലനാത്മകമായ ആന്തരിക ഘടനയാണ് വ്യക്തിത്വം എന്നാണ് ആൽപോർട്ട് പറയുന്നത്. ഓക്കെ, ഇനി വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന 2 ഘടകങ്ങളാണ് ഉള്ളത്. വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന എത്ര ഘടകങ്ങളാണ്? 2 ഘടകങ്ങളാണ് ഉള്ളത്. ഒന്ന് ജൈവിക ഘടകം, രണ്ടാമത്തേത് സാഹചര്യ ഘടകം. ഈ ജൈവിക ഘടകത്തിൽ ഉൾപ്പെടുന്നതാണ് ശാരീരിക അവസ്ഥ, ഗ്രന്ഥി വ്യവസ്ഥ, നാഡീവ്യവസ്ഥ, പാരമ്പര്യം. ഏതൊക്കെയാണ് ജൈവിക ഘടകങ്ങളിൽ ഉൾപ്പെടുന്നത്? ശാരീരിക അവസ്ഥ, ഗ്രന്ഥി വ്യവസ്ഥ, നാഡീവ്യവസ്ഥ, പാരമ്പര്യം. ഇനി സാഹചര്യ ഘടകങ്ങളാണെങ്കിൽ അതിൽ ഉൾപ്പെടുന്നത് കുടുംബം, വിദ്യാലയം, സാമൂഹിക സാംസ്കാരിക ഘടകങ്ങൾ, മാധ്യമങ്ങൾ. ഏതൊക്കെയാണ് സാഹചര്യ ഘടകങ്ങളിൽ ഉൾപ്പെടുന്നത്? കുടുംബം, വിദ്യാലയം, സാമൂഹ്യ സാംസ്കാരിക ഘടകം, മാധ്യമങ്ങൾ. ഓക്കെ, അടുത്തത് പരിപക്വ വ്യക്തിത്വം, മെച്യൂർഡ് പേഴ്സണാലിറ്റി അല്ലേ. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കാം. ഒരു പരിപക്വ വ്യക്തിത്വത്തെ വിശദീകരിക്കാൻ ആൽപോർട്ട് നിർദ്ദേശിക്കുന്ന 6 മാനദണ്ഡങ്ങളുണ്ട്. ഒരു പരിപക്വ വ്യക്തിത്വത്തെ വിശദീകരിക്കാൻ ആൽപോർട്ട് നിർദ്ദേശിക്കുന്ന 6 മാനദണ്ഡങ്ങളാണ്. ഏതൊക്കെയാണ്? വിപുലീകൃത അഹം, എക്സ്റ്റെൻഡഡ് സെൽഫ്, ഊഷ്മള ബന്ധങ്ങൾ, വാം റിലേഷൻസ്, പിന്നെ ആത്മസന്തുലനം, സെൽഫ് റെഗുലേഷൻ, യാഥാർത്ഥ്യബോധം, റിയലിസ്റ്റിക് പെർസെപ്ഷൻ, പിന്നെ ആത്മധാരണ, സെൽഫ് ഒബ്ജക്റ്റിഫിക്കേഷൻ, പിന്നെ ഏകാത്മ ജീവിത ദർശനം, യൂണിഫയിങ് ഫിലോസഫി ഓഫ് ലൈഫ് അല്ലേ. അപ്പോൾ ഏതൊക്കെയാണ് പരിപക്വ വ്യക്തിത്വത്തെ വിശദീകരിക്കാൻ ആൽപോർട്ട് നിർദ്ദേശിക്കുന്ന 6 മാനദണ്ഡങ്ങൾ? വിപുലീകൃതാഹം, ഊഷ്മള ബന്ധങ്ങൾ, ആത്മസന്തുലനം, യാഥാർത്ഥ്യബോധം, ആത്മധാരണ, ഏകാത്മ ജീവിത ദർശനം. ഇനി ഈ 6 മാനദണ്ഡങ്ങളും എന്താണെന്ന് അറിയണ്ടേ? ഫസ്റ്റ് വൺ, വിപുലീകൃത അഹം, എക്സ്റ്റെൻഡഡ് സെൽഫ് അല്ലേ. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മറ്റുള്ളവരുടെ താല്പര്യവും ക്ഷേമവും തൻ്റേതിനോടൊപ്പം തന്നെ പരിഗണിക്കുന്ന വിശാല ചിന്തയാണ് വിപുലീകൃത അഹം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റുള്ളവരുടെ താല്പര്യവും ക്ഷേമവും തൻ്റേതിനോടൊപ്പം തന്നെ പരിഗണിക്കുന്ന വിശാല ചിന്തയുള്ളവർ. ഓക്കെ, അടുത്തത് ഊഷ്മള ബന്ധങ്ങൾ അല്ലേ. എന്താണ് ഊഷ്മള ബന്ധങ്ങൾ? വാം റിലേഷൻസ്. മറ്റുള്ളവരുടെ ശ്രദ്ധയും ആദരവും നേടിയെടുക്കുന്ന തരത്തിൽ ആരോഗ്യകരമായ സാമൂഹ്യ ബന്ധങ്ങൾ വളർത്തിയെടുക്കുന്നു. ഇതിനെയാണ് ഊഷ്മള ബന്ധങ്ങൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ്? മറ്റുള്ളവരുടെ ശ്രദ്ധയും ആദരവും നേടിയെടുക്കുന്ന തരത്തിൽ എങ്ങനെയുള്ളത്? ആരോഗ്യകരമായ സാമൂഹ്യ ബന്ധങ്ങളാണ് ഇവിടെ വളർത്തിയെടുക്കുന്നത് കേട്ടോ. മൂന്നാമത്തേത് ആത്മസന്തുലനം, സെൽഫ് റെഗുലേഷൻ അല്ലേ. തൻ്റെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യങ്ങളിൽ പോലും അതിവൈകാരികത പ്രകടിപ്പിക്കാതെ ആത്മസന്തുലനം പാലിക്കുന്നു. ഇതിനെയാണ് ആത്മസന്തുലനം എന്ന് പറയുന്നത്. അതായത് തൻ്റെ നിയന്ത്രണത്തിലല്ലാത്ത അല്ലെ, തൻ്റെ കൺട്രോളിലല്ലാത്ത കാര്യങ്ങളിൽ പോലും അതിവൈകാരികത പ്രകടിപ്പിക്കാതെ ആത്മസന്തുലനം പാലിക്കുന്നതിനെയാണ് ആത്മസന്തുലനം, സെൽഫ് റെഗുലേഷൻ എന്ന് പറയുന്നത്.
നാലാമത്തേത് യാഥാർത്ഥ്യബോധം, റിയലിസ്റ്റിക് പെർസെപ്ഷൻ അല്ലേ. സാമൂഹിക സംഭവങ്ങളെയും പ്രതിസന്ധികളെയും യാഥാർത്ഥ്യബോധത്തോടെ കൈകാര്യം ചെയ്യുന്നു. ഇതിനെയാണ് പറയുന്നത് യാഥാർത്ഥ്യബോധം എന്ന് പറയുന്നത്. സാമൂഹിക സംഭവങ്ങളെയും പ്രതിസന്ധികളെയും എങ്ങനെ കൈകാര്യം ചെയ്യുന്നു? യാഥാർത്ഥ്യബോധത്തോടെ കൈകാര്യം ചെയ്യുന്നതിനെ യാഥാർത്ഥ്യബോധം എന്ന് പറയുന്നു. അടുത്ത അഞ്ചാമത്തേത് ആത്മധാരണ, സെൽഫ് ഒബ്ജക്റ്റിഫിക്കേഷൻ. സ്വന്തം കഴിവുകളെയും പരിമിതികളെയും വസ്തുനിഷ്ഠമായി വിലയിരുത്തുന്നു. ഇതിനെന്ത് പറയുന്നു? ആത്മധാരണ അല്ലെ. തൻ്റെ അല്ലെങ്കിൽ സ്വന്തം കഴിവുകളെയും പരിമിതികളെയും വസ്തുനിഷ്ഠമായി വിലയിരുത്തുന്നതിനെയാണ് ആത്മധാരണ എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ, ഏകാത്മ ജീവിത ദർശനം. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഏകാത്മ ജീവിത ദർശനം എന്നാൽ നമുക്ക് നമ്മുടേതായ ഒരു തത്വശാസ്ത്രം ഉണ്ടാക്കിയെടുക്കുകയും അതിനനുസരിച്ച് നമ്മുടെ ജീവിത നിലവാരം അതുപോലെ തന്നെ ചിന്താഗതി ഉയർത്തുകയും നമ്മുടെ ജീവിത ലക്ഷ്യങ്ങളെ മെനയുകയും ചെയ്യുമ്പോഴാണ് ജീവിത ദർശനം ഉണ്ടാവുന്നത്. എങ്ങനെയാണ് ജീവിത ദർശനം ഉണ്ടാവുന്നത്? നമുക്ക് നമ്മുടേതായ ഒരു തത്വശാസ്ത്രമുണ്ട് അല്ലേ, ഉണ്ടാക്കിയെടുക്കണം, അതിനനുസരിച്ച് നമ്മുടെ ജീവിത നിലവാരം അതുപോലെ തന്നെ ചിന്താഗതി ഉയർത്തുകയും നമ്മുടെ ജീവിത ലക്ഷ്യങ്ങളെ മെനയുകയും ചെയ്യുമ്പോഴാണ് ജീവിത ദർശനം ഉണ്ടാവുന്നത്. അപ്പം ഇത്രയും ഈ ഒരു 6 മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലായല്ലോ അല്ലേ. അടുത്തത് പ്രധാന വ്യക്തിത്വ പഠന സമീപനങ്ങളെക്കുറിച്ച് നോക്കാം. 4 എണ്ണമാണ് ഇവിടെ പറയുന്നത്. ഇന സമീപനം, സവിശേഷക സമീപനം, മനോവിശ്ലേഷണ സമീപനം, മാനവികതാ സമീപനം കേട്ടോ. അപ്പോൾ പ്രധാന വ്യക്തിത്വ പഠന സമീപനങ്ങളെക്കുറിച്ചാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ ഇന സമീപനം. എന്താണ് ഇന സമീപനം എന്നും അതിലെ വക്താക്കൾ ആരൊക്കെയാണെന്ന് നോക്കാം. ടൈപ്പ് അപ്രോച്ച്, ഇന സമീപനം. എന്താണിത്? ഇന സമീപന പ്രകാരം വ്യക്തിത്വം നിർണ്ണയിക്കുന്നത് വ്യക്തിയുടെ ബാഹ്യവും ആന്തരികവുമായ ശരീരഘടനയും ഭക്ഷണ രീതിയുമാണ്. എങ്ങനെയാണ് വ്യക്തിത്വത്തെ നിർണ്ണയിക്കുന്നത്? വ്യക്തിയുടെ ബാഹ്യവും ആന്തരികവുമായ ശരീരഘടനയും ഭക്ഷണ രീതിയെയും അടിസ്ഥാനമാക്കിയിട്ടാണ് ഇന സമീപനത്തിൽ വ്യക്തിത്വത്തെ നിർണ്ണയിക്കുന്നത് കേട്ടോ. ഇന സമീപന പ്രകാരം വ്യക്തിത്വ നിർണയം നടത്തിയ പ്രതിഭാശാലികളാണ് ഹിപ്പോക്രറ്റസ് അതുപോലെ തന്നെ ഷെൽഡൻ, ക്രഷ്മർ. ആരൊക്കെയാണ്? ഹിപ്പോക്രറ്റസ്, ഷെൽഡൻ, ക്രഷ്മർ. ഓക്കെ. ഹിപ്പോക്രറ്റസ് ശരീരദ്രവങ്ങളെ അടിസ്ഥാനപ്പെടുത്തി വ്യക്തിത്വത്തെ വിശദീകരിച്ചവരിൽ പ്രധാനിയാണ് ഹിപ്പോക്രറ്റസ് ട്ടോ. എങ്ങനെയാണ്? ശരീരദ്രവങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് വ്യക്തിത്വത്തെ വിശദീകരിച്ചത്. ഇദ്ദേഹമാണ് ഹിപ്പോക്രറ്റസ് ട്ടോ. 4 ശരീരദ്രവങ്ങളാണുള്ളത്. ഏതൊക്കെയാണ്? കറുത്ത പിത്തരസം, മഞ്ഞ പിത്തരസം, ശ്ലേഷ്മം, രക്തം. 4 ശരീരദ്രവങ്ങളാണുള്ളത്. കറുത്ത പിത്തരസം, മഞ്ഞ പിത്തരസം, ശ്ലേഷ്മം, രക്തം. ഓക്കെ. ഇനി ഷെൽഡനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇദ്ദേഹം ശാരീരിക പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിലാണ് വ്യക്തിത്വ വർഗീകരണം നടത്തിയത്. ഷെൽഡൻ എങ്ങനെയാണ് വ്യക്തിത്വ വർഗീകരണം നടത്തിയത്? ശാരീരിക പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ. എന്നാൽ ഹിപ്പോക്രറ്റസോ അവര് ശരീരദ്രവങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അല്ലെ ഹിപ്പോക്രറ്റസ് വ്യക്തിത്വത്തെ വിശദീകരിച്ചത്. എങ്ങനെയാണ്? ശരീരദ്രവങ്ങളെ അല്ലെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ഷെൽഡൻ ആണെങ്കിൽ ശാരീരിക പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിലാണ് വ്യക്തിത്വ വർഗീകരണം നടത്തിയത്. ഓക്കെ. ഷെൽഡൻ 3 തരംതിരിക്കുന്നുണ്ട്. ശാരീരിക പ്രത്യേകതകളെ 3 തരംതിരിക്കുന്നുണ്ട്. എൻഡോമോർഫിക്, മെസോമോർഫിക്, എക്ടോമോർഫിക്. ഏതൊക്കെയാണ്? എൻഡോമോർഫിക്, മെസോമോർഫിക്, എക്ടോമോർഫിക് ട്ടോ. ഫസ്റ്റ് വൺ എൻഡോമോർഫിക്. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഉരുണ്ടു തടിച്ച മൃദുവായ ശരീരം, സമൂഹ ബന്ധങ്ങളിൽ താല്പര്യമുള്ളവരും സ്നേഹത്തോടെയുള്ള പെരുമാറ്റത്തോടു കൂടിയുള്ളവരുമായി കരുതുന്ന വ്യക്തികളാണ് എൻഡോമോർഫിക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ തടിച്ച ശരീരവും ബഹിർമുഖരും, അതായത് ഫണ്ണി ആയിരിക്കും, ഇവർ ഫണ്ണി പേഴ്സൺ ആയിരിക്കും. അതുപോലെ തന്നെ എക്സ്ട്രോവേർട്ടാണ് കേട്ടോ. ഇവർ എന്താണ്? ബഹിർമുഖരാണ് അല്ലേ, എക്സ്ട്രോവേർട്ടാണ്. സമൂഹമായിട്ട് നല്ല ബന്ധങ്ങളിൽ താല്പര്യമുള്ളവരായിരിക്കും, സ്നേഹത്തോടെയുള്ള പെരുമാറ്റമുള്ളവരായിരിക്കും. അതുപോലെ തന്നെ എന്താണ്? ഉരുണ്ടു തടിച്ച മൃദുവായ ശരീരമുള്ളവരാണ് എൻഡോമോർഫിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് മെസോമോർഫിക്. എന്താണ് മെസോമോർഫിക്? ദൃഢമായ പേശികളോട് കൂടിയ ശരീരമുള്ളവർ, വളരെ ഉറച്ച അഭിപ്രായവും തീരുമാനവും ഉള്ളവരായും ഉന്മേഷവാന്മാരായും കരുതപ്പെടുന്ന വ്യക്തികളാണ് മെസോമോർഫിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചുരുക്കി പറയുകയാണെങ്കിൽ വ്യക്തമായ പേശികളോട് കൂടിയ ശരീരമുള്ളവർ. ഈ ജിമ്മന്മാരൊക്കെ ഇല്ലേ, അവരൊക്കെ എങ്ങനെയായിരിക്കും? ദൃഢമായ പേശികളോട് കൂടിയുള്ള ശരീരമായിരിക്കും അല്ലേ. അതുപോലെ തന്നെ ഉറച്ച അഭിപ്രായവും തീരുമാനവും എടുക്കാൻ കഴിവുള്ളവരായിരിക്കും, ഉന്മേഷവാന്മാരായിരിക്കും അല്ലേ. ഇങ്ങനെയുള്ള ആൾക്കാരെയാണ് മെസോമോർഫിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് എക്ടോമോർഫിക്. എക്ടോമോർഫിക് എന്ന് പറഞ്ഞാൽ
പൊക്കത്തോടെ മെലിഞ്ഞ ശരീരമുള്ളവർ, അതുപോലെ തന്നെ അന്തർമുഖരും ഭീതിയോടു കൂടിയവരുമായി വർഗീകരിക്കപ്പെടുന്ന വ്യക്തികളാണ് എക്ടോമോർഫിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പൊക്കമുള്ളവരായിരിക്കും അല്ലേ, മെലിഞ്ഞ ശരീരമുള്ളവരായിരിക്കും. ഇവരെങ്ങനെയാണ്? ഇൻട്രോവേർട്ട് ആയിരിക്കും അല്ലേ. മെലിഞ്ഞ ശരീരമുള്ള പൊക്കമുള്ളവരെയാണ് എക്ടോമോർഫിക് എന്ന് പറയുന്നത്. ഇവരെങ്ങനെയാണ്? ഇൻട്രോവേർട്ട് ആയിരിക്കും അല്ലേ. അപ്പോൾ മനസ്സിലായല്ലോ എത്ര തരമാണ്? 3 തരമായിട്ടാണ് ഷെൽഡൻ ശാരീരിക പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ വർഗീകരിച്ചിട്ടുള്ളത്. എക്ടോമോർഫിക്, എൻഡോമോർഫിക്, മെസോമോർഫിക് അല്ലേ. അതിൽ എൻഡോമോർഫിക് എന്താണ്? തടിച്ച ശരീരമുള്ളവർ അല്ലേ. അവർ എക്സ്ട്രോവേർട്ട് ആയിരിക്കും, ബഹിർമുഖരായിരിക്കും, ഫണ്ണി പേഴ്സൺ ആയിരിക്കും. ഇനി എന്താണ് എക്ടോമോർഫിക്? എക്ടോമോർഫിക് എന്ന് പറഞ്ഞാൽ മെലിഞ്ഞ ശരീരമുള്ള പൊക്കമുള്ളവരായിരിക്കും. ഇവർ ഇൻട്രോവേർട്ട് ആയിരിക്കും. മെസോമോർഫിക് എന്ന് പറഞ്ഞാൽ വ്യക്തമായ പേശികളോട് കൂടിയ ശരീരമുള്ളവരായിരിക്കും അല്ലേ, ജിമ്മന്മാർ. ഇവർക്ക് എന്താ വ്യക്തമായ തീരുമാനമെടുക്കാനുള്ള കഴിവൊക്കെ ഉള്ളവരാണ് ആര്? മെസോമോർഫിക് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? ഇതൊക്കെ ആരുടെയാണ്? ഇതൊക്കെ ഷെൽഡന്റെ വർഗീകരണമാണ് അല്ലേ. എൻഡോമോർഫിക്, എക്ടോമോർഫിക്, മെസോമോർഫിക് എന്നൊക്കെ പറയുന്നത് ഇദ്ദേഹം എങ്ങനെയാണ്, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് വർഗീകരിച്ചിട്ടുള്ളത്? ശാരീരിക പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിലാണ് വ്യക്തിത്വ വർഗീകരണം നടത്തിയത് അല്ലേ. ആര്? ഷെൽഡൻ. എന്നാൽ ഹിപ്പോക്രറ്റസോ, അദ്ദേഹം ശരീരദ്രവങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഹിപ്പോക്രറ്റസ് വ്യക്തിത്വത്തെ വിശദീകരിച്ചത്. ഇനി പഠിക്കാൻ പോകുന്നത് ക്രഷ്മറെ കുറിച്ചാണ്. ക്രഷ്മർ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു വ്യക്തിയുടെ കായിക ഘടനയും വ്യക്തിത്വവും തമ്മിൽ അടുത്ത ബന്ധമാണുള്ളത് എന്ന് അഭിപ്രായപ്പെട്ടത് ക്രഷ്മറാണ് കേട്ടോ. എങ്ങനെ? ഒരു വ്യക്തിയുടെ കായിക ഘടനയും വ്യക്തിത്വവും തമ്മിൽ അടുത്ത ബന്ധമാണുള്ളത് എന്ന് പറഞ്ഞത് ക്രഷ്മറാണ്. ഇദ്ദേഹത്തിൻ്റെ 3 തരം കായിക ഘടനകളാണ്. ആസ്തനിക്, അതായത് കൃഷഗാത്രൻ. ഓക്കെ. അടുത്തത് അത്ലറ്റിക്, ദൃഢഗാത്രൻ. മൂന്നാമത്തേത് പിക്നിക്, ഗോളഗാത്രൻ. ഓക്കെ. അങ്ങനെയാണ്. പേരൊക്കെ കൺഫ്യൂഷൻ ആവും, എങ്കിലും പഠിച്ചു വെച്ചേ പറ്റൂ. 3 തരം കായിക ഘടനയാണ് ക്രഷ്മർ മുന്നോട്ട് വെച്ചത്. ആസ്തനിക്, അത്ലറ്റിക്, അതുപോലെ തന്നെ പിക്നിക്. ഓക്കെ. ഫസ്റ്റ് വൺ ആസ്തനിക്. ആസ്തനിക്കിൻ്റെ മലയാളമാണ് കൃഷഗാത്രൻ കേട്ടോ. എന്താണെന്ന് നോക്കാം. ഉയരം കൂടിയതും മെലിഞ്ഞതുമായ ദുർബല ശരീരം. എങ്ങനെയാണ്? ഉയരം കൂടിയതും മെലിഞ്ഞതുമായ ദുർബല ശരീരം, സാമൂഹ്യ ബന്ധങ്ങളിൽ വിമുഖത കാണിക്കുകയും പിൻവാങ്ങുകയും ചെയ്യുന്ന സ്വഭാവം, വൈകാരികത കൂടുതൽ, വിഷാദഭാവം, ഇത്തരം വ്യക്തിത്വം അറിയപ്പെടുന്നതാണ് ആസ്തനിക്, ഋഷഗാത്രൻ എന്ന് പറയുന്നത്. ചുരുക്കി പറയുകയാണെങ്കിൽ പൊക്കത്തോടെ മെലിഞ്ഞ ശരീരമുള്ളവരെയാണ് ആസ്തനിക് എന്ന് പറയുന്നത്. ആര്? ക്രഷ്മർ കേട്ടോ. ക്രഷ്മർ പറയുന്നത് ആസ്തനിക് എന്ന് പറയുന്നത് പൊക്കത്തോടെ മെലിഞ്ഞ ശരീരമുള്ളവരായിരിക്കും. ഇവരെന്തായിരിക്കും? ഇൻട്രോവേർട്ട് ആയിരിക്കും അല്ലെ, അന്തർമുഖരായിരിക്കും, വിഷാദഭാവമുള്ളവരായിരിക്കും, വൈകാരികത കൂടുതലുള്ളവരായിരിക്കും. ഇങ്ങനെയുള്ളവരെയാണ് ആസ്തനിക് എന്ന് ക്രഷ്മർ പറയുന്നത് കേട്ടോ. ഇതിൻ്റെ മലയാളം ഋഷഗാത്രൻ എന്നാണ്. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? അടുത്തത് അത്ലറ്റിക്. അത്ലറ്റിക് എന്ന് പറഞ്ഞാൽ വികസിത പേശികൾ ഉള്ള ദൃഢശരീരവും ഉന്മേഷ സ്വഭാവം, പ്രശ്നങ്ങളോടെല്ലാം വേഗത്തിൽ പൊരുത്തപ്പെടുന്ന സ്വഭാവം, കായിക പ്രവർത്തനങ്ങളിൽ താല്പര്യം, ഇത്തരം വ്യക്തിത്വങ്ങൾ അറിയപ്പെടുന്നത് അത്ലറ്റിക് എന്നാണ്. ദൃഢഗാത്രൻ എന്നാണ് കേട്ടോ. ദൃഢമായ പേശികളോട് കൂടിയ ശരീരമുള്ളവർ, അതുപോലെ തന്നെ വളരെ ഉറച്ച അഭിപ്രായം, തീരുമാനമൊക്കെ എടുക്കുന്ന ആൾക്കാരായിരിക്കും ഇവർ. ഉന്മേഷവാന്മാരായിരിക്കും. ഇങ്ങനെയുള്ള ആൾക്കാർ എന്ത് പറയും? അത്ലറ്റിക് എന്നാണ് ക്രഷ്മർ പറയുന്നത് കേട്ടോ. എങ്ങനെയായിരിക്കും? ദൃഢമായ പേശികളോട് കൂടിയ ശരീരമുള്ളവർ, അതുപോലെ തന്നെ വളരെ ഉറച്ച തീരുമാനമെടുക്കാൻ കഴിവുള്ളവരായിരിക്കും, ഉന്മേഷവാന്മാരായിരിക്കും. അത്ലറ്റിക് എന്നാണ് ഇവരെ അറിയപ്പെടുന്നത്. ദൃഢഗാത്രൻ അല്ലേ, ജിമ്മന്മാർ എന്നൊക്കെ അറിയപ്പെടുന്നതാണ് ഇവർ. അടുത്തത് ക്രഷ്മറിൻ്റെ അഭിപ്രായത്തിലെ 3 തരമാണല്ലോ നമ്മൾ കായിക ഘടനകൾ ഉള്ളത്. ആസ്തനിക്, അത്ലറ്റിക്, പിക്നിക് എന്ന് പറഞ്ഞത്. ഇനി പഠിക്കാൻ പോകുന്നത് പിക്നിക്കിനെ കുറിച്ചാണ്. ഗോളഗാത്രൻ കേട്ടോ. എന്താണ് പിക്നിക് കൊണ്ട് ക്രഷ്മർ ഉദ്ദേശിക്കുന്നത് നോക്കാം. പൊക്കം കുറഞ്ഞതും തടിച്ചതുമായ ശരീരം, ഉല്ലാസപ്രിയൻ, സംസാരപ്രിയൻ, ശരീരബന്ധങ്ങളിൽ താല്പര്യം, പൊണ്ണത്തടി, കാര്യങ്ങൾ ലഘുവായി കാണുന്ന പ്രവണത, ഇത്തരം വ്യക്തിത്വം അറിയപ്പെടുന്നതാണ് പിക്നിക്, ഗോളഗാത്രൻ എന്ന് പറയുന്നത്. ഇവരെങ്ങനെയായിരിക്കും? എക്സ്ട്രോവേർട്ട് ആയിരിക്കും അല്ലേ, തടിച്ച ശരീരമുള്ളവരായിരിക്കും, പൊക്കം കുറവായിരിക്കും, ഉല്ലാസപ്രിയനായിരിക്കും, നല്ലോണം സംസാരിക്കുന്ന ആൾക്കാരായിരിക്കും, അതുപോലെ തന്നെ പൊണ്ണത്തടിയുള്ള ആൾക്കാരായിരിക്കും അല്ലേ. ഇങ്ങനെയുള്ള ആൾക്കാരെയാണ് പിക്നിക്, ഗോളഗാത്രൻ എന്ന് പറയുന്നത്. ഫണ്ണി പേഴ്സൺ ആയിരിക്കും അല്ലേ. നമുക്ക് ഇവിടെ കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ളത് ഷെൽഡൻ്റെയും ക്രഷ്മറുടെയും 3 തരം
തരം ഈ ഒരു വർഗീകരണത്തെ കുറിച്ചായിരിക്കും. ഷെൽഡനിലും ഇങ്ങനെ ഇൻട്രോവേർട്ട്, എക്സ്ട്രോവേർട്ട്, അതുപോലെ തന്നെ എന്താണ് ജിമ്മന്മാരെ കുറിച്ചൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ക്രഷ്മറുടെ കായിക ഘടനയിൽ 3ആയിട്ട് തരംതിരിക്കുമ്പോൾ അവിടെയും പറയുന്നുണ്ട് ജിമ്മന്മാരെ കുറിച്ചും അതുപോലെ തന്നെ അന്തർമുഖരെ കുറിച്ചും എക്സ്ട്രോവേർട്ട് അല്ലേ അവരെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് കൺഫ്യൂഷൻ ആവാൻ ചാൻസ് ഉണ്ട്. ഇവിടെ പിക്നിക്കിൽ പറയുന്നത് എന്താണ്? പൊക്കം കുറഞ്ഞതും തടിച്ചതുമായ ശരീരം, അതുപോലെ തന്നെ ഉല്ലാസപ്രിയരായിരിക്കും, സംസാരപ്രിയനായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരെ പിക്നിക് എന്ന് ക്രഷ്മർ പറയുന്നുണ്ട്. എന്നാൽ ഷെൽഡൻ പറയുന്നത് തടിച്ച ശരീരമുള്ളവരെയും ബഹിർമുഖരെയും അതുപോലെ തന്നെ ഫണ്ണി പേഴ്സൺ ആയിട്ടുള്ള ആൾക്കാരെയും ഷെൽഡൻ പറയുന്നത് എൻഡോമോർഫിക് എന്നാണ് അല്ലേ, എൻഡോമോർഫിക് എന്നാണ്. അങ്ങനെ കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് വ്യക്തമായിട്ട് തരംതിരിച്ച് തന്നെ പഠിക്കണം കേട്ടോ. അതുപോലെ തന്നെ മെസോമോർഫിക്, ഷെൽഡൻ പറയുന്ന മെസോമോർഫിക്കിൽ എന്താണ്? വ്യക്തമായ പേശികളോടുകൂടിയ ശരീരമുള്ളവരായിരിക്കും ഇവരെ ജിമ്മന്മാരെ എന്നൊക്കെ നമ്മൾ വിളിക്കാം. ഇങ്ങനെയുള്ള ആൾക്കാരെയാണ് മെസോമോർഫിക് എന്ന് പറയുന്നത്. എന്നാൽ ക്രഷ്മർ പറയുന്നത് ദൃഢമായ പേശികളോടുകൂടിയ ശരീരമുള്ളവരെ അല്ലേ, ഉറച്ച അഭിപ്രായം തീരുമാനമെടുക്കാനുള്ള കഴിവുള്ളവരെ എന്ത് പറയും? ക്രഷ്മർ അത്ലറ്റിക്, ദൃഢഗാത്രൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നത്. രണ്ടും വ്യത്യസ്തമാണ്, മാറി മാറി പോവരുത്. രണ്ടും തമ്മിൽ നല്ല രീതിയിൽ പഠിക്കണം. അപ്പോൾ ഇതിൽ കൺഫ്യൂഷനൊന്നും ഇല്ലെന്ന് വിചാരിക്കുന്നു. അങ്ങനെ കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ ക്ലാസിഫൈ ചെയ്തിട്ട് തന്നെ പഠിക്കുക കേട്ടോ. എങ്ങനെ മെസോമോർഫിക്, എൻഡോമോർഫിക്, എക്ടോമോർഫിക് എന്ന് ഒരു ബോക്സ് ആയിട്ട് എഴുതി വെക്കുക. അതുപോലെ തന്നെ ക്രഷ്മറുടെ ആസ്തനിക്, അത്ലറ്റിക്, പിക്നിക് അല്ലേ, അതും വേറെ ആയിട്ട് എഴുതി വെക്കുക. എന്നിട്ട് തരംതിരിച്ച് പഠിക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അല്ലേ. വ്യക്തിത്വം എന്താണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ, വ്യക്തിത്വത്തെക്കുറിച്ച് പഠിച്ചു. അതുപോലെ തന്നെ വ്യക്തിത്വ സമീപനങ്ങളിൽ എത്ര സമീപനങ്ങളാണ്? 4 സമീപനങ്ങളാണ്. ഇനസമീപനം, സവിശേഷക സമീപനം, മനോവിശ്ലേഷണ സമീപനം, മാനവിക സമീപനം. അതിൽ നമ്മൾ ഇനസമീപനം, ടൈപ്പ് അപ്രോച്ചിനെ കുറിച്ച് മാത്രമാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. അതിൽ വരുന്ന പ്രതിഭാശാലികളിൽ മനഃശാസ്ത്രജ്ഞരാണ് ഹിപ്പോക്രറ്റസ്, ഷെൽഡൻ, ക്രഷ്മർ എന്നിവരൊക്കെയാണ് ഇനസമീപനത്തിൽ വരുന്നത്. അവരുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടെ നമ്മൾ പഠിച്ചു. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സവിശേഷക സമീപനം, ട്രൈറ്റ് അപ്രോച്ചിനെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ ഇന്ന് തന്നെ പഠിച്ചു പോവുക. അടുത്ത ക്ലാസ്സിൽ നമ്മൾ വീണ്ടും കാണും. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്.